ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താനായിരുന്നു നേരത്തെ ശ്രമങ്ങളുണ്ടായത്. അതിലൊന്ന്, LDF സർക്കാർ PMCയുടെ ഭാഗമായുള്ള ഫണ്ട് കൈപ്പറ്റി എന്നതായിരുന്നു ഉയർത്തിയ ഒരാരോപണം. അതോടൊപ്പം MOU ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. MOU ഒപ്പിട്ടാൽ പിന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനേ പറ്റില്ല. ഇതായിരുന്നു രണ്ടാമത് സമർത്ഥിക്കാൻ നോക്കിയ കാര്യം. ഇത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ നിയമസഭയിലും പുറത്തും തങ്ങളുടെ വാദം സമർത്ഥിക്കാനുള്ള വാദങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ കൃത്യമായത് പുറത്തു വന്നു. LDF സർക്കാർ MOU ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ആ MOU നയപരമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ LDF സർക്കാർ മരവിപ്പിച്ചിരുന്നു. മാത്രമല്ല, ആ മരവിപ്പിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. മാത്രമല്ല, അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കേന്ദ്രത്തിൽ പോയി ബന്ധപ്പെട്ടവരെ കണ്ട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, PMC പദ്ധതി നടപ്പാക്കാൻ സ്വീകരിക്കേണ്ട തുടർ നടപടികളുണ്ട്. ആ തുടർ നടപടികളിൽ ഒന്നുപോലും സ്വീകരിച്ചിരുന്നില്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ LDFന് സുവ്യക്തമായ നിലപാടായിരുന്നു ഇക്കാര്യത്തിലുണ്ടായിരുന്നത്. പദ്ധതിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് ആദ്യം പറഞ്ഞു പരത്താൻ UDF ശ്രമിച്ചെങ്കിലും ആ വാദത്തിൽ, പ്രചരണത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന വിശദീകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തവണയല്ല പലതവണയായി ഉണ്ടായി എന്നത് നമുക്കറിയാം. PMC ഫണ്ട് കേരളത്തിന് ലഭിച്ചില്ല എന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കേണ്ടിയും വന്നു. പിന്നീട് MOU ഒപ്പിട്ടത് കാരണം അതിൽ നിന്ന് പിന്മാറാനാവില്ല എന്നതിലാണ് UDF പിടിച്ചു നിന്നത്. അത് മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് ഈ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും ഇല്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന പ്രചരണം തീർത്തും വ്യാജ പ്രസ്താവനയായിരുന്നു എന്നതും ഇപ്പോ വ്യക്തമായി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നേതാവ് PV അബ്ദുൽ വഹാബ് പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിലൂടെ വ്യക്തമായത്. അതില് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാതെയുള്ള മറുപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. പദ്ധതിയിൽ ചേരാതിരിക്കുകയോ ഒപ്പിട്ട
ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്താൽ എന്താണ് പ്രത്യാഘാതം? അതായിരുന്നു ചോദ്യം. ഒപ്പിടാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ PMC പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. അതായത് ആ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് നിയമപരമായി പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല എന്നതാണ്. അപ്പോ വ്യക്തമായി കേന്ദ്ര സർക്കാർ ആ നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കാവ്യ അജണ്ടകള് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പുതിയ വിദ്യാഭ്യാസ പദ്ധതി, അതിന്റെ ഭാഗമായാണ് PMC കൊണ്ടുവന്നത്. അതാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് LDF സർക്കാർ നേരത്തെ മുതൽ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SSK ഫണ്ട് തടയുന്ന സാഹചര്യം വന്നപ്പോൾ MOU ഒപ്പിട്ട് എന്നത് ശരിയാണ്. പക്ഷേ PMC ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. PMC ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി നൽകിയിട്ടുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ PMC നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്കൂളുകളുടെ പട്ടിക നൽകാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്.